എവ്രിവൺ, മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ടവർ പോലെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള പലഹാരത്തിന് ഞങ്ങളുടെ നാട്ടിൽ റൊട്ടി എന്നാണ് പറയുന്നത്. ഒരു ചെറിയ വട്ടത്തിലുള്ള ഒരു പലഹാരം, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. നാളികേരപ്പാൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് മാവിട്ട് നല്ല പോലെ അത് വേവിച്ചെടുക്കും, നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഇടുന്നത്? ഉപ്പ്, നാളികേരം ചെരുവിയത്, ജീരകം, ചുവന്നുള്ളി, ഇങ്ങനെയാണ്. നമ്മൾ കൈപ്പത്തിരിയൊക്കെ കയ്യിലിങ്ങനെ വട്ടത്തിൽ നന്നായി പരത്തിയെടുക്കുന്ന കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പത്തിരിയുടെയൊക്കെ കൂട്ട് തന്നെയാണ്. നല്ല ജീരകമാണ് എടുക്കുക കേട്ടോ. ചുവന്നുള്ളി, നല്ല ജീരകം, നാളികേരം, ഉപ്പ്, ഇത്രയും കൂടിയിട്ട് ആ വെള്ളം നന്നായി തിളപ്പിച്ച് അതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് അരിപ്പൊടി ഇട്ട് നന്നായി അത് വറ്റിച്ചെടുക്കും, വേവിച്ചിങ്ങനെ എടുക്കും. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം, നന്നായി പദം വരുന്ന തരത്തിൽ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ പകുതിയോളം കുഴച്ച് വെച്ചിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ കുഴച്ചെടുക്കണം. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും മാവ്. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പരത്തിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിക്കാണ് പരത്തേണ്ടത്. നല്ല നൈസായിട്ട്, നൈസ് പത്തിരിയുടെ ഇതിൽ പരത്തരുത്, കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കണം. അത് നമുക്ക് ഓയിൽ ചേർത്തിട്ട്, വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഞാൻ പരത്തിയെടുക്കാറ്. ഇതുപോലെ കട്ടിക്ക് പരത്തിയെടുക്കുക. നമുക്ക് പ്രസ് ഉണ്ടല്ലോ, ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് വേണമെങ്കിൽ പരത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ഏതെങ്കിലും ഒരു സർഫേസിലിട്ടിട്ട് പരത്തി ഞാൻ ചെറിയ ചെറിയ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് വെളിച്ചെണ്ണ പരത്തിക്കൊടുത്ത് പാനിലിട്ട്, ഞാൻ ദോശക്കല്ലിലോ അങ്ങനെ കല്ലിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുക കേട്ടോ. പാനിലോ കല്ലിലോ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വെളിച്ചെണ്ണയാണ് പരത്തി കൊടുക്കാറ്, നല്ലെണ്ണയല്ല. എന്നിട്ട് ഞാൻ കല്ലിൽ വെച്ച് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലും വെളിച്ചെണ്ണ തന്നെ പരത്തി കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. നന്നായി മൊരിഞ്ഞ് വരണമെങ്കിൽ സിമ്മിലിട്ടിട്ട് കുറച്ചധികം സമയം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നാളികേരപ്പാൽ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കറി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ റൊട്ടി പ്രിപ്പറേഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.